അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കാർത്തിക പ്രദീപിന്റെ ഓഡിയോ സന്ദേശം പുറത്ത്. പറ്റിച്ച് ജീവിക്കുന്നത് തന്റെ മിടുക്കെന്ന് കാർത്തിക. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിട്ടാണ്. എന്താ താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ആരും അറിയാതെ എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് വാങ്ങിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ ഞമ്മന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പറ്റിച്ച് ജീവിക്കുമെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് കാർത്തിക. മിടുക്ക് ഇപ്പോൾ ജയിലിലാണ്. എന്തായാലും കാർത്തിക പ്രദീപ് വലിയ മിടുക്കി തന്നെയാണ്. കാരണം കോടികളാണ് ഈ വിദേശത്തേക്ക് വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത്. ഇവർ മോഡലാണ്, കൂടാതെ ഇവർ ഡോക്ടറാണെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇവരുടെ. പക്ഷേ അക്കാര്യം പോലീസിന് ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇവർ യുക്രൈനിൽ പഠിക്കാൻ പോയെന്നും ആ പഠനം പൂർത്തിയാക്കിയില്ല എന്നുമാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചൈന ഭാഷ പറയുന്നോടാ. ടൈലറിന്റെ അടുത്തുനിന്ന് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കെ ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് അത് വലിയ തട്ടിപ്പാണ്. ഏറെക്കുറെ ഒരു 20-25 കോടി രൂപയുടെ തട്ടിപ്പ് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. 1.5 കോടി രൂപ. 1.5 കോടിയാ? അതേടാ. ഈ തട്ടിച്ച പണം തിരികെ ചോദിക്കുമ്പോൾ ആളുകളോട് ഇവർ പ്രതികരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. താൻ തട്ടിക്കാൻ മിടുക്കിയാണ്, തനിക്ക് തട്ടിച്ചേ ജീവിക്കാൻ കഴിയുകയുള്ളൂ, ആ രീതിയിൽ അവരെ പരിഹസിക്കുന്ന. പണവും പോയി, എന്നാൽ പരിഹാസം കൂടി ഏൽക്കേണ്ടി വരുന്ന രീതിയിലാണ് അവർക്ക് പണം നൽകിയ മനുഷ്യരെല്ലാവരും ഉണ്ടായിരുന്നത്. പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. ഈ പണം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടത് മാത്രമല്ല, മാനം കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൾ ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നേ കുടുംബത്തിൽ കാര്യമില്ല. ഇവൾ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്തോന്ന് മനസ്സിലായി? തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്ത. അഭിമാനമില്ലാത്ത രീതിയിൽ അവരോട് സംസാരിക്കുക, അവരെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് കളിയാക്കിക്കൊണ്ടൊക്കെ സംസാരിക്കുന്നത് കാർത്തിക പ്രദീപിന്റെ ഒരു രീതിയായിരുന്നു. ഹലോ, നിങ്ങൾ ആരോട് സംസാരിക്കുന്നറിയോ? കാശ് ചോദിച്ചപ്പോ ശബ്ദം മാറ്റണ മര്യാദ. അവിടെ വരുമ്പോ കാശ് തന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു അറിയും. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് കൃത്യമായ നടപടി കാർത്തികയ്ക്കെതിരെ സ്വീകരിച്ചു. ഇന്നലെ കഴിഞ്ഞ ദിവസം സെൻട്രൽ SI ആയിട്ടുള്ള അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോടെത്തുകയും അവിടെ നിന്ന് കാർത്തിക പ്രദീപിനെ പിടികൂടുകയുമാണ് ചെയ്തത്. ഞാൻ പോകുന്നു. ബൈ ബൈ.